ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എലഗൻസ് വിത്ത് പെർഫെക്ഷൻ, ആഭരണങ്ങളുടെയും കോസ്മെറ്റിക്സിന്റെയും വലിയ കളക്ഷൻ. ഗ്രാൻഡ് ലേഡീസ് ഹബ്, 3 പീടിക. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് UDF 2ാം വാർഡ് കമ്മിറ്റിയുടെയും 22ാം വാർഡ് കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ കൂരിക്കുടി സെന്ററിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നു. AICC സെക്രട്ടറി TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. നരേന്ദ്രമോദിയുടെ RSSന്റെയും കൂടെ ചേർന്നുകൊണ്ട് കേരളത്തിലടക്കം വർഗീയത കൊണ്ടുവന്ന് നമ്മളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇവിടെ നോക്കിയാൽ ഇവിടെ നെറ്റിയിൽ നിസ്കാരത്താഴമുള്ളവർ ഇരിക്കുന്നുണ്ട്, നെറ്റിയിൽ ചന്ദനക്കൂരിട്ടവരും ഇരിക്കുന്നുണ്ട്. ശബരിമലയ്ക്ക് നോമ്പ് നോറ്റ് കറുത്ത വസ്ത്രം ധരിച്ച് കഴുത്തിൽ മാല ധരിച്ച ചേച്ചി ഇവിടെ ഇരിക്കുന്നുണ്ട്. കഴുത്തിൽ കുരിശുമാലുള്ള പോൾസനും ഡൊമിനിക്കും അവിടെ ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് എല്ലാവർക്കും ഇരിക്കാനുള്ളതാണ് ഈ സ്വാതന്ത്ര്യം. ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജീവിതം. ഇത് തകർക്കാൻ ശ്രമിക്കണം, ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കണം. ആര്? ഒന്നാമത്തെ ആൾ നരേന്ദ്രമോദി. അവർ ചെയ്യുന്ന ഇത്തരം മനുഷ്യനെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് കൂട്ടുപിടിക്കുകയാണ്, കൊട പിടിച്ചു കൊടുക്കുകയാണ്, അതിന് കൂടെ നിൽക്കുകയാണ് ഇവിടുത്തെ ഉള്ള കമ്മ്യൂണിസ്റ്റുകാർ ചുവന്ന കൊടി. അതുകൊണ്ട് കയ്പമംഗലത്ത് നേരത്തെ ചെറിയൊരു അബദ്ധം കയ്പമംഗലത്ത് പറ്റിയിട്ടുണ്ടെങ്കിൽ ഇത്തവണ അത് പറ്റൂല. ഇത്തവണ നമ്മൾക്ക് അരിയാഹാരം കഴിക്കണല്ലേ, നമ്മളൊക്കെ ചോറും കഞ്ഞിയൊക്കെ കുടിച്ചിട്ടല്ലേ ജീവിക്കണത്. നമ്മൾ വീട്ടിൽ വന്നിട്ട് പറ്റിക്കാനൊക്കെ ശ്രമിച്ചാൽ അങ്ങനെ പറ്റിക്കാനൊന്നും നമ്മളെ പറ്റൂലെന്ന് ഇവിടെ വരുന്നവർക്കൊക്കെ അറിയും എന്ന കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു. UDF 22ാം വാർഡ് ചെയർമാൻ PK മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് KA ഹാറൂൺ റഷീദ് മുഖ്യപ്രഭാഷണം നടത്തി. ചക്കരിയ അവിടെ മത്സരിക്കുന്നു. ചക്കരിയാക്കെതിരെ മത്സരിക്കുന്നത് കഴിഞ്ഞ തവണ മത്സരിച്ച ആള് തന്നെയാണ് എന്നാണ് പറയുന്നത്. കഴിഞ്ഞ തവണ ഒരു ചക്ക വീണപ്പോ മുയലിനെ കിട്ടിയെന്ന് വിചാരിച്ചിട്ട് എല്ലാ കാലവും അങ്ങനെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ആരും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതില്ല എന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ സന്ദർഭം വിനിയോഗിക്കുകയാണ്. ഓരോ സ്ഥാനാർത്ഥികളെയും, ബഹുമാനനായ ഷാഹിറിനെയും അതുപോലെ തന്നെ നമ്മുടെ ഓരോ സ്ഥാനാർത്ഥികൾ എല്ലാവരെയും ഞാൻ ഈ സന്ദർഭത്തിൽ അഭിവാദ്യം ചെയ്യുകയാണ്. നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോവുക, നിങ്ങൾ ധൈര്യമായി വീടാന്തരം കയറിയിറങ്ങുക. നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ആ വീടുകളിൽ നിന്ന് കിട്ടാൻ വേണ്ടി പോകുന്നത് നല്ല സുലൈമാനിയാണ്, നല്ല ചായയാണ്. ആ നല്ല ചായ വാങ്ങി കുടിച്ച് അവരോട് നല്ല വർത്തമാനം പറഞ്ഞ് നിങ്ങൾ വോട്ടും ചോദിച്ച് പോരുക. 11ാം തീയതി അവര് സുബഹി നമസ്കരിച്ച് വീടുകളിൽ നിന്നിറങ്ങി വോട്ട് നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. നിങ്ങളെ വിജയിപ്പിക്കാൻ അവർ ശ്രമിക്കും. കമ്മ്യൂണിസ്റ്റുകാരൻ ചെല്ലുമ്പോൾ അവർക്ക് കിട്ടാൻ പോകുന്നത് ചിലപ്പോൾ ചാണകത്തിൽ മുക്കിയ ചൂലായിരിക്കും എന്ന കാര്യത്തിൽ നിങ്ങളൊരു സംശയം വിചാരിക്കേണ്ടതില്ല. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് നമുക്ക് വിജയിക്കാനുള്ള തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായ ആത്മവിശ്വാസത്തോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോവുക. 2ാം വാർഡ് ചെയർമാൻ അബ്ദു തലശ്ശേരി ആമുഖ പ്രഭാഷണം നടത്തി. 2ാം വാർഡ് സ്ഥാനാർത്ഥി KK സക്കറിയ, 22ാം വാർഡ് സ്ഥാനാർത്ഥി ഷാഹിർ പഴംപറമ്പിൽ, കൂരിക്കുഴി ഡിവിഷൻ ബ്ലോക്ക് സ്ഥാനാർത്ഥി ഷീബ സതീഷ്, കയ്പമംഗലം ഡിവിഷൻ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി സലീം പുറക്കുളം എന്നിവരെ TN പ്രതാപൻ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. DCC സെക്രട്ടറിമാരായ KF ഡൊമിനിക്, DCC അംഗം മണി കാവുങ്ങൽ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KV അബ്ദുൽ മജീദ്, മുൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CJ പോൾസൺ, മുൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ UY ഷമീർ, മുസ്ലിം ലീഗ് കയ്പമംഗലം പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി മുജീബ് റഹ്മാൻ, മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ട്രഷറർ TK ഉബൈദു, സിനിമാ സംവിധായകൻ KV മധു, സിനിമാ സീരിയൽ താരം ഷൈജൻ ശ്രീവത്സം, 22ാം വാർഡ് കൺവീനർ KD രാജു എന്നിവർ സംസാരിച്ചു. കരകൗശല നിർമ്മാതാവായ വീട്ടമ്മ ഷീന സലാം, ചിത്രകാരൻ സെയ്ദ് ഷാഫി, ഉജ്ജ്വല ബാല്യം പുരസ്കാര ജേതാവ് ദേവയാൻ, തൊഴിലുറപ്പ് പ്രവർത്തകർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവരെ യോഗത്തിൽ ആദരിച്ചു.
മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. You're watching True Line News.